അപ്പോൾ നമുക്കിനി ഒരു പ്രതികരണം കൂടെ കേൾക്കാം. അത് അഭിഭാഷകനായ ഹരികൃഷ്ണൻ്റേതാണ്. പ്രതികരണത്തിലേക്ക്. മറ്റുള്ളവർക്കാണ് പാടിയവർക്കും പ്രശ്നമില്ല, അമ്പലത്തിലുള്ള ആളുകൾക്കും പ്രശ്നമില്ല, പുറത്തുനിന്നുള്ളൊരു ടീമിനാണ് പ്രശ്നം. ക്രിസ്ത്യാനിയായ ഒരു യേശുദാസ് എന്ന് പറഞ്ഞൊരു മഹാനായ കലാകാരൻ ഇവിടെ അയ്യപ്പനെ പാടി ഉറക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണ്. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എത്രയോ ക്ഷേത്ര ചുറ്റുമുള്ള എല്ലാ കാസറ്റ് കടയിലും പ്ലേ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ യേശുദാസിൻ്റെ ഗാനങ്ങളായിരിക്കും. അപ്പോൾ കലയ്ക്കെന്ന് പറയുന്നത് ഒരു ജാതിയോ മതമോ ഒന്നുമല്ല. കല എന്ന് പറയുന്നത് എല്ലാത്തിനും, ജാതിക്കും മതത്തിനൊക്കെ അപ്പുറത്തുള്ളൊരു ആർട്ട് ഫോം എന്ന് പറഞ്ഞാൽ അത് അത്രയും പ്യൂറായിട്ടൊരു കാര്യമാണ്. അപ്പോൾ അതിനെ ഇങ്ങനെ മതവും ജാതി എന്ന് പറഞ്ഞാൽ ആ ഒരു ആർട്ട് ഫോമിനെ ഡൈല്യൂട്ട് ചെയ്ത് നശിപ്പിക്കുക എന്ന് പറയുന്നത് ഒട്ടും പ്രോത്സാഹിക്കപ്പെടാൻ പാടുള്ള കാര്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തന്നെയാണ് നാട്ടുകാരിൽ ഭൂരിപക്ഷം പേർക്കും ഉള്ളത് എന്നുള്ളതും സന്തോഷകരമാണ്. അതേസമയം തന്നെ മറ്റ് ചിലരൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ആചാരപരമായ എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ നടക്കുമ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പാട്ടുകൾ പാടുന്നത് ഒരു പക്ഷേ അവിടെയുള്ള ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. പൊതുവായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഇപ്പോൾ ഞാൻ മുമ്പൊരു വീഡിയോയിൽ കണ്ടു, ഇപ്പോൾ ഒരു ക്ഷേത്രത്തിലൊരു ഉത്സവം നടത്തുന്നത് ആചാരപരമായ ചില കാര്യങ്ങളുണ്ട്, വിശ്വാസപരമായ ചില പൂജകൾ മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു മൂഡുണ്ട്. എല്ലാവർക്കും വന്ന് പങ്കെടുക്കാൻ പറ്റുന്ന, നാട്ടിലുള്ള എല്ലാവരെയും ക്ഷണിക്കുന്ന, ഗാനമേള ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അവിടെയുള്ള കലാപരിപാടികളായിക്കൊള്ളട്ടെ, കെട്ടുകാഴ്ച ഒക്കെ ആയിക്കൊള്ളട്ടെ, അതിനൊക്കെ എല്ലാവരും പോകുമല്ലോ. അതുപോലെ തന്നെയാണ് പള്ളികളിലൊക്കെ പെരുന്നാളുകളോ അല്ലെങ്കിൽ ഉറൂസുകളോ അങ്ങനെയൊക്കെ ഉള്ള ചടങ്ങുകളൊക്കെ നടക്കും. പള്ളിയിൽ പെരുന്നാളാണെങ്കിൽ അതിൽ ചിലപ്പോൾ കുർബാന കാണും, അതിനൊക്കെ വിശ്വാസപരമായ ചില കാര്യങ്ങളാണ്, ധ്യാന പ്രസംഗങ്ങളൊക്കെ കാണും. പക്ഷേ അത് കഴിഞ്ഞ് അതിൻ്റെ അവസാനം ഈ പെരുന്നാളിന് റാസ എന്നൊക്കെ പറയുന്ന പരിപാടിയൊക്കെയാണ്. അതിനൊക്കെ എല്ലാവരും പോവുകയും ഈ മെഴുകുതിരി കത്തിച്ചുകൊണ്ടൊക്കെ വരുമ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ സ്വീകരണം കൊടുക്കുകയും ബാൻഡുമേളമൊക്കെ കാണാനെ കൊണ്ട് ജാതിമത ഭേദമന്യേ എല്ലാവരും പോവുകയൊക്കെ ചെയ്യാറുണ്ട്. വ്യക്തിപരമായി ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ പള്ളികളിലോ ക്ഷേത്രങ്ങളിലോ ഒക്കെ നടത്തുന്നത് വ്യക്തിപരമാണ് ഈ കമൻറ്റ് എന്ന് ഞാൻ ആദ്യമേ പറയട്ടെ. ഇവരൊക്കെ ഇങ്ങനെ ജാഥകളൊക്കെ നടത്തി റൂട്ടിലൂടെ പോകണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. കാരണം അത് സൃഷ്ടിക്കുന്ന ഗതാഗത കുരുക്കൊക്കെ വളരെ വളരെ വലുതാണ് എന്നുള്ള കാര്യം കൂടെ ഞാൻ ഈ സമയത്ത് എൻ്റെ വ്യക്തിപരമായ ഒരു കമൻ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്. പക്ഷേ ഇവിടെയൊക്കെ നോക്കിയാൽ കാണാവുന്നത് പൊതുവേ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു സൗഹൃദ അന്തരീക്ഷവും സഹിഷ്ണുതയും അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്.